ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ നോക്കുന്നത്. അപ്പൊ ഭാഗം 1 ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇന്ന് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ആയ ആറ്റത്തിന്റെ ഘടന എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കാനുള്ളത് കേട്ടോ. നമ്മുടെ എക്സാം സിലബസിലും കെമിസ്ട്രിയിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആറ്റത്തിന്റെ ഘടന. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുകളയരുത്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ആറ്റത്തിന്റെ ഘടന. ഫസ്റ്റ് തന്നെ എന്താണ്, കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തല്ലേ. ഓ, അത് ആറ്റം മാതൃകയാണല്ലോ. അതെ, ഇത് മാത്രമല്ല, വേറെയും ആറ്റം മാതൃകകളുണ്ട്. ചിത്രത്തിൽ വിദ്യാർത്ഥികൾ ആറ്റം മാതൃകകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചല്ലോ. പരിചയമുള്ള പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആറ്റം എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഒരു പദാർത്ഥത്തിന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ അതിനെ വിഭജിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ട്ടോ ആറ്റം. അതായത് നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോടിക്കണക്കിന് ആറ്റങ്ങൾ ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്താണ്, ആറ്റത്തെ നമുക്ക് അടിസ്ഥാന ശില എന്ന് വിളിക്കട്ടോ. അപ്പൊ ഈ ഒരു ടേബിളിൽ 3 പദാർത്ഥങ്ങളുടെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്: പഞ്ചസാര, ഗ്ലൂക്കോസ്, ജലം. ഫസ്റ്റ് പഞ്ചസാര നോക്കാം. പഞ്ചസാരയുടെ തന്മാത്രയുടെ രാസസൂത്രമാണ് കൊടുക്കുന്നത്. C12H22O11 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. എന്തൊക്കെ ഘടക മൂലകങ്ങളാണുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കേട്ടോ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി ഇവിടെ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം കൊടുത്തിട്ടുണ്ട്. 12 ഏതിനാണ്? കാർബൺ ആണ് അല്ലെ. 22 ഹൈഡ്രജൻ, ഓക്സിജൻ 11 കേട്ടോ. അതുപോലെ ഗ്ലൂക്കോസിലെ ഘടക മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കേട്ടോ. C6H12O6 ആണ് തന്മാത്രയുടെ രാസസൂത്രം. ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം നോക്കിക്കേ. C6 കാർബൺ എത്രയാണ്? കാർബൺ 1 ആണ്, ഹൈഡ്രജൻ 2, അതുപോലെ ഓക്സിജൻ 1 കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ജലം ഹൈഡ്രജനും ഓക്സിജനും ആണ് ജലത്തിലുള്ള ഘടക മൂലകങ്ങൾ. തന്മാത്രയുടെ രാസസൂത്രം H2O എന്നാണ്. ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം ഹൈഡ്രജൻ 2 ആണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ എന്താണ്, ഓക്സിജൻ 1 കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പദാർത്ഥങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവയിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ ആറ്റങ്ങളാണെന്നാണ് കേട്ടോ. ഒരേ മൂലകങ്ങൾ തന്നെ വ്യത്യസ്ത അനുപാതത്തിൽ ചേരുമ്പോൾ വ്യത്യസ്ത പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ പഞ്ചസാര ആയാലും ഗ്ലൂക്കോസിലും എന്താണ്, ഒരേ തരം മൂലകങ്ങളാണുള്ളത് അല്ലെ. പക്ഷെ എന്താണ്, അതിന് വ്യത്യസ്ത അനുപാതത്തിൽ ചേരുമ്പോൾ വ്യത്യസ്ത പദാർത്ഥങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പഞ്ചസാരയും ഗ്ലൂക്കോസും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓരോ പദാർത്ഥത്തിന്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നു എന്ന് കണ്ടല്ലോ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ എന്താണ് തന്മാത്ര എന്നുള്ള ഡെഫിനിഷൻ ആണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പൊ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം അല്ലെ. അതുപോലെ മൂലക ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള അനുപാതം. ഓക്കെ, അപ്പൊ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇലക്ട്രോണ്, അതുപോലെ പ്രോട്ടോണ്, അതുപോലെ ന്യൂട്രോൺ അല്ലെ. ഇവ സബ് ആറ്റോമിക് കണങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇവയെ സബ് ആറ്റോമിക കണങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ കണങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ യൂണിറ്റിൽ പരിചയപ്പെടാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും ഇമ്പോർട്ടന്റ് ആണ്. 1875 വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിടുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടേജിൽ, അതായത് വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിട്ടോ. 1875 വില്യം ക്രൂക്സ് കേട്ടോ. ഈ ഭൗതിക ശാസ്ത്രജ്ഞന് ഇരുവശത്തും ലോഹത്തകിടുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച് ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇലക്ട്രോഡുകൾ കാണാൻ പറ്റൂലേ, അതായത്
ട്യൂബിന്റെ രണ്ട് വശങ്ങളിലുമുള്ള ലോഹ തകിടുകൾ കാണാൻ പറ്റും. നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ കാഥോഡ് എന്നും പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ ആനോഡ് എന്നും പറയുന്നില്ലേ. അപ്പൊ കാഥോഡ് നമ്മൾ പറഞ്ഞ ഏതാ ചാർജ്? നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. ഇവിടെ കാണുന്നത് നെഗറ്റീവ് ചാർജ് എന്നല്ലേ. അപ്പൊ കാഥോഡ്, അതുപോലെ ആനോഡിന്റെ പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. പിന്നെ വാക്വം പമ്പ് കാണാൻ പറ്റുന്നതിൽ, അതായത് ട്യൂബിനുള്ളിലെ വായു പുറത്തേക്ക് കളഞ്ഞ് മർദ്ദം കുറയ്ക്കാനാണ് ഇത് സഹായിക്കുന്നത് കേട്ടോ, വാക്വം പമ്പ്. ഓക്കെ. പിന്നെന്താ, ഉയർന്ന വോൾട്ടേജ്, അതായത് ബാറ്ററിയുടെ സഹായത്തോടെ ഏകദേശം 10,000 വോൾട്ടിലധികം വൈദ്യുതിയും കടത്തിവിടുന്നുണ്ട്. ഓക്കെ. വായു ഒരു വിദ്യുദ്രോധി അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് അല്ലെങ്കിൽ വൈദ്യുത ഡിസ്ചാർജ് ഉണ്ടാകുന്നതായി കണ്ടു. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് അല്ലെങ്കിൽ ZnS പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ളൊരു തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ രശ്മികളെ കാഥോഡ് രശ്മികൾ അല്ലെങ്കിൽ കാഥോഡ് റേസ് എന്നറിയപ്പെട്ടു. കാഥോഡ് രശ്മികളെ കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തു. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇളം പച്ച നിറമുള്ള തിളക്കട്ടോ. ഓക്കെ. ആനോഡിൽ എന്താണ്, സിങ്ക് സൾഫൈഡ് ആണ് കൊടുത്തത്. അപ്പൊ ഇവിടെ പറഞ്ഞു എന്താണ്, സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ളൊരു തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു കേട്ടോ. ഓക്കെ. അപ്പൊ ഈ തിളക്കത്തിന് കാരണം എന്താണ്? കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണം. ഈ രശ്മികളെ അല്ലെങ്കിൽ ഈ റേസിനെ കാഥോഡ് രശ്മികളെ കാഥോഡ് റേസ് എന്നറിയപ്പെട്ടു. ഇനി ഇവിടെ കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലാട്ടോ. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡെ പഠിക്കുകയുണ്ടായി. പക്ഷെ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ അല്ലെങ്കിൽ സെക്ഷൻ പമ്പ്സ് ഇല്ലാതിരുന്നതും വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ ശ്രമകരമാക്കി. 1854 ഹെൻറിച്ച് ഗീസ്ലർ ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തു. മെച്ചപ്പെട്ട ഗിസ്ലർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് പ്ലക്കർ അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിന് സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. ജോഹാൻ വില്യം ഹിറ്റോർഫ് 1869, ഒയ്ഗൻ ഗോൾഡ് സ്റ്റെയിൻ 1876 എന്നീ ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തി. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമാകുന്നതെന്ന് അവർ കണ്ടെത്തി. ഇനി കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകളാണ് കേട്ടോ. കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ട്. അപ്പൊ കാഥോഡ് രശ്മികള് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുടെ ചക്രം അല്ലെങ്കിൽ പാഡിൽ വീൽ വെച്ചാൽ അത് കറങ്ങുന്നു. അതിൽ നിന്നും കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ കാഥോഡ് റേസിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ നേർരേഖയിലാണെന്നും സഞ്ചരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടില്ലേ. ഇനി കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തെ ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് എന്ന് മനസ്സിലായി. ഇനി കാന്തിക മണ്ഡലത്തിനും അവയുടെ പാതയ്ക്കും വ്യതിയാനം സംഭവിക്കുന്നു. ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളാണ് ഇലക്ട്രോണുകൾ. അപ്പം ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ജെ തോംസൺ. ഓക്കെ. ഇമ്പോർട്ടന്റ് ആണ്. കാഥോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടി. അപ്പം ജെ തോംസനെ തമ്മിൽ പറ്റിയിട്ടുള്ള പ്രസ്താവനകൾ ചിലപ്പം കൊടുക്കട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനൊക്കെ പറയാം. അദ്ദേഹത്തിന് 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത്, എന്താണ് ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ് കേട്ടോ. ഓക്കെ. അടുത്തത് ഇലക്ട്രോണിന്റെ മാസ്.
അപ്പൊ ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് എങ്ങനെ? കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ നീളുണ്ടാകുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് മാസ് ഉണ്ടെന്ന് കണ്ടെത്തിയത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നുണ്ട്. ഇതിൽ നിന്നും കാഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താണ്, കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നീരുണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് ഇലക്ട്രോണിന്റെ മാസ്. ഇലക്ട്രോണിന്റെ E/m അനുപാതം, അതായത് ഇലക്ട്രോണിക് ചാർജ് ഡിവൈഡഡ് ബൈ മാസ് എന്താണ് അല്ലെ? അപ്പൊ മാസ് അനുപാതം 1.76 × 10⁻11 കൂളോം ബൈ കിലോഗ്രാം ആണ്. C/kg എന്ന് പറഞ്ഞാൽ കൂളോം ബൈ കിലോഗ്രാം ആണ്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൻ തന്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻19 കൂളോം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബർട്ട് മില്ലിക്കൺ ആണ് കേട്ടോ. 1.6 × 10⁻19 കൂളും. അപ്പൊ ഇത് കണ്ടെത്തിയിലൂടെ എന്താണ്, ഇലക്ട്രോണിന്റെ മാസും കണ്ടെത്തുകയുണ്ടായി. 9.1 × 10⁻31 കിലോഗ്രാം കേട്ടോ. അപ്പൊ ഇലക്ട്രോണിന്റെ E/m അനുപാതം 1.76 × 10⁻11 C/kg ആണെന്ന് പറഞ്ഞത് തെളിയിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ പരാജയപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നീട് റോബർട്ട് മില്ലിക്കൺ ആണ് തന്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തി കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻19 കൂളോ ആണ്. അതിന്റെ മാസോ 9.1 × 10⁻31 കിലോഗ്രാം ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോട്ടോൺ. 1886 ഒയ്ഗൺ ഗോൾഡ്സ്റ്റെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ, അതായത് ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. ഗോൾഡ്സ്റ്റെയിൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണ് കണ്ടെത്തി. അപ്പൊ ഇത് ഒരു സബ് ആറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന് പേര് നൽകിയതും ഏണസ്റ്റ് റുദർഫോർഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ 1886 ഒയ്ഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയത് കേട്ടോ. അപ്പൊ അദ്ദേഹം കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തി. കനാൽ രശ്മികൾ കണ്ടെത്തിയത് ആരാണ്? ഒയ്ഗൻ ഗോൾഡ്സ്റ്റെയിൻ ആണ്. ഓക്കെ, അപ്പൊ പിന്നീട് എന്താണ്, ഇത് സബ് ആറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അതായത് പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ഇതൊരു സബ് ആറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞു ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്? കനാലരശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തിട്ടോ. അപ്പോ പിന്നെ അവയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മൾ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കേട്ടോ. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. അപ്പൊ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് കേട്ടോ. ജെ തോംസൺ. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. ഓക്കെ, അപ്പൊ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. പക്ഷെ ഈ ഒരു മാതൃക അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒരുപാട് ചോദ്യത്തിന് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അതുകൊണ്ട് തന്നെ ഈ ഒരു മാതൃക പിന്തള്ളി പോവുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്ലം പുഡിംഗ് മാതൃക അംഗീകരിക്കപ്പെട്ടില്ല.
അടുത്തതാണ് റേഡിയോ ആക്റ്റീവത അല്ലെ റേഡിയോ ആക്ടിവിറ്റി ട്ടോ. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻസ് പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലെ റേഡിയോ ആക്ടിവിറ്റി. ഏതൊക്കെ മൂലകങ്ങളാണ്? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങളെ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്ടിവിറ്റി അല്ലെ റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. അപ്പൊ 1896 ഹെൻറി ബെക്വറൽ ആണ് ഇത് കണ്ടെത്തിയത് കേട്ടോ. ആരാണ്? 1896 ഹെൻറി ബെക്വറൽ ആണ് കണ്ടെത്തിയിട്ടുള്ളത് റേഡിയോ ആക്ടിവിറ്റി. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് പുറത്തു വരുന്നത് റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്നത് കേട്ടോ. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ. അപ്പൊ ആൽഫ കിരണങ്ങളുടെ പ്രത്യേകത എന്താണ്? പോസിറ്റീവ് ചാർജും മാസും ഉണ്ട്. അതുപോലെ നെഗറ്റീവ് ചാർജുള്ളവയാണ് ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്തവയാണ് ഗാമ കിരണങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ്. ഓക്കെ, അപ്പൊ 1911 ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ നേതൃത്വത്തിൽ ഹാൻസ് ഗിഗർ, അതുപോലെ ഏണസ്റ്റ് മാഡ്സൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. റേഡിയോ ആക്റ്റീവതയുടെ പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ടു. അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്തി. കണ്ടെത്താനായിട്ട് റുദർഫോർഡ് ശ്രമിച്ചു ട്ടോ. അപ്പൊ സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കിരണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. പരീക്ഷണത്തിൽ അദ്ദേഹം താഴെ പറയുന്ന നിരീക്ഷണങ്ങളും നടത്തിയെന്നാണ് ട്ടോ. അപ്പൊ ഇതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന്റെ ട്ടോ. ഓക്കെ, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗിഗറും ഏണസ്റ്റ് മാഡ്സനും ആണ് ഈ ഒരു എന്താണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ ഫലമായുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയിട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നില്ലേ, സ്വർണ്ണത്തകിടിലേക്ക് കടത്തിവിട്ടപ്പോ ഭൂരിഭാഗം എന്താണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് എന്താണ് നേർരേഖയിൽ കടന്നു പോകുന്നതായിട്ട് കാണാം. ചിലത് ഇതാ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യതിചലിച്ചിട്ടുണ്ടല്ലേ. അതായത് ചില ആൽഫ കിരണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ചു സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച്, അതിനേക്കാൾ കുറച്ച് ആൽഫ കിരണങ്ങൾ എന്താണ് ഏകദേശം 20,000-1 എന്ന് പറഞ്ഞിട്ടുള്ള അനുപാതത്തില് 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നിട്ടോ. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ആറ്റത്തിന്റെ ഭൂരിഭാഗം ശൂന്യമായതിനാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. ഇപ്പൊ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നുപോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. ഇപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, അപ്പൊ ആറ്റത്തിന്റെ ഭൂരിഭാഗം ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനമൊന്നുമില്ലാതെ കടന്നു പോയിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെന്താ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ ചിലത് ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്ത് കൂടി കടന്നു പോയപ്പോ എന്താണ് വികർഷിക്കപ്പെട്ടതിനാണ് ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. ഇനി ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. അപ്പോ ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ് കേട്ടോ. ഇതിന് വേറെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. അപ്പൊ ഈ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചിട്ടോ. അപ്പൊ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണെന്ന് നമുക്ക് പറയാം, ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പൊ റുദർഫോർഡിന്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതാം. എന്തൊക്കെയാണ്? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗം ഉണ്ടല്ലേ, നമ്മൾ പറഞ്ഞു. അവിടെ നിന്നാണ് അവിടേക്ക് എത്തിയ രശ്മികളാണ് 180 ഡിഗ്രി കോണളവിൽ തിരിച്ചു വന്നത്. ഇനി ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം വളരെ കുറവാണ്. ഇനി ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് റുദർഫോർഡിന്റെ റുദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികളാണ്. വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായ ഊർജം വിടുന്നതാണ് കേട്ടോ. എന്നാൽ റുദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വെക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്താണ് തുടർച്ചയായിട്ട് ഊർജം നഷ്ടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ ഈ റുദർഫോർഡിന് ഈ ഒരു മാതൃകയിലൂടെ സാധിച്ചില്ല കേട്ടോ.
ഇനി ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയസിലെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് കണക്കുകൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളുടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക്ക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാലാണ് ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് നൽകിയത് കേട്ടോ. എന്താണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഇനി നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയാണ് അടുത്തത്. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓരോ ഓർബിറ്റുകളിലെയും ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോണുകൾ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. മാറിപ്പോവരുത്. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ടേബിളില് ഫസ്റ്റ് കണത്തിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? പ്രോട്ടോണ്, ഇലക്ട്രോണ്, അതുപോലെ ന്യൂട്രോൺ കേട്ടോ. ന്യൂട്രോൺ. പിന്നെന്താണ്? ആറ്റത്തിന്റെ സ്ഥാനമാണ് കേട്ടോ. ആറ്റത്തിന്റെ സ്ഥാനം എവിടെയൊക്കെയാണ്? പ്രോട്ടോണ് നമുക്കറിയാം എവിടെയാണ്? ന്യൂക്ലിയസിലാണ് അല്ലെ. ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ ഉള്ളത്. ന്യൂക്ലിയസ്. എന്നാൽ ഇലക്ട്രോണോ? ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലിലാണ് അല്ലെ. ഷെല്ലിലാണ് എന്ത്? ഇലക്ട്രോൺ ഉള്ളത് കേട്ടോ. ഇനി ചാർജ് ആണ് അല്ലെ. പ്രോട്ടോണിന് എന്ത് ചാർജ് ഉള്ളത്? നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിനോ? നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, ചാർജ് ഇല്ല എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ മാസ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിന്റെയും. ഇനി പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്രോട്ടോണിന്റെ എന്താ കൊടുത്തിട്ടുള്ളത്? 1U എന്നാണ് കൊടുത്തത് അല്ലെ. അപ്പൊ എന്താണ് യു എന്ന് പറഞ്ഞാൽ? യൂണിഫൈഡ് ആറ്റോമിക് മാസ് ആണ് കേട്ടോ. യൂണിഫൈഡ് ആറ്റോമിക് മാസ് ആണ് ഇവിടെ യു എന്ന് പറയുന്നത്. അത് ആറ്റങ്ങളുടെ തന്മാത്രകളുടെ ഒക്കെ മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് യു എന്ന് പറയുന്നത് കേട്ടോ. ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയൊക്കെ മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് യു. യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പണ്ട് നമുക്ക് AMU ആയിരുന്നു ഇതിനെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? AMU അറ്റോമിക മാസ് യൂണിറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ യു എന്നാണ് അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ 1U ആണ്. അതുപോലെ ഇലക്ട്രോൺ 0, അതുപോലെ ന്യൂട്രോണും 1U ആണ് കേട്ടോ. ഇനി ഒരു ഇലക്ട്രോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു ഇലക്ട്രോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ്. വിവിധ ആറ്റം മാതൃകകൾ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. രസതന്ത്രത്തിൽ പല ആവശ്യങ്ങൾക്കും ലളിതവൽക്കരിക്കുന്നതിന് ഈ ആറ്റം മാതൃകകൾ സഹായിച്ചു. പിന്നീട് ധാരാളം ആറ്റം മാതൃകകൾ ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ചു. ഇതേക്കുറിച്ച് കൂടുതലായി ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ആണ്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ന്യൂട്രോണിനെ കണ്ടെത്തി. ഇലക്ട്രോണിനെ കണ്ടെത്തി. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ഇതിൽ ഏതൊക്കെയാണ് ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകള്? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതൊക്കെയാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. അതുപോലെ പിന്നെന്താണ്? ഇലക്ട്രോണിനെ കണ്ടെത്തി. പിന്നെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഓക്കെ, അതെങ്കിൽ മുന്നോട്ട് വെച്ചു. ഈ 3 കാര്യങ്ങളാണ് എന്ത്? ജെ തോംസണുമായി ബന്ധപ്പെട്ടിട്ട്. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? നമ്മൾ പറഞ്ഞു നീൽസ് ബോർ ആണ് അല്ലെ. നീൽസ് ബോർ ആയിരുന്നു ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതുപോലെ എന്താണ്? ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ് അല്ലെ. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ് കേട്ടോ.
ഇനി ആറ്റോമിക നമ്പറും മാസ് നമ്പറും. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിന്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു ആറ്റം ഏത് മൂലകത്തിന്റേതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ട്ടോ. അപ്പൊ ഒരു ആറ്റം ഏത് മൂലകത്തിന്റേതാണെന്ന് തീരുമാനിക്കുന്നതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാമേ. അപ്പൊ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. അപ്പൊ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റോമിക നമ്പർ ആണ് എന്ത് ഒരു ആറ്റം ഏത് മൂലകത്തിന്റേതാണെന്ന് തീരുമാനിക്കുന്നത്. ഇത് Z എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ Z എന്ന അക്ഷരം എന്താണ്? ആറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കാനാണ് Z എന്ന അക്ഷരം ഉപയോഗിക്കുന്നത്. ആറ്റോമിക നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ആറ്റോമിക നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണത്തിനും ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും തുല്യമായിരിക്കും. ഓക്കെ, Z എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു ന്യൂക്ലിയസിലെ കണങ്ങള്? പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണും ആണ്. പ്രോട്ടോണും ന്യൂട്രോണും. ഓക്കെ, ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. ഇനി പ്രോട്ടോണിന്റെയും ന്യൂട്രോണും കൂടെയും ആഡ് ചെയ്തുമാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. ഇതിനെ A എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കാം. Z നമ്മൾ പറഞ്ഞു ആറ്റോമിക നമ്പർ ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആറ്റോമിക മാസിനെ സൂചിപ്പിക്കാൻ A എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്തായിരുന്നു മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ അടവ്. ആറ്റത്തിലെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കളങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇവയെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. മാസ് നമ്പറിനെ A എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് പ്രോട്ടോണുകളും രണ്ട് ന്യൂട്രോണുകളിലുമുള്ള ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയായിരിക്കും? രണ്ട് പ്രോട്ടോണുകളും രണ്ട് ന്യൂട്രോണുകളുടെ ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയായിരിക്കും? 2A ആയിരിക്കും അല്ലെ? 2A ആയിരിക്കും. ഓക്കെ, ഇനി മാസ് നമ്പർ ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ, ഇനി ആറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകൾ. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം നമുക്കറിയാം എന്താണ്? അത് ആറ്റോമിക നമ്പർ തന്നെയാണ് അല്ലെ? പ്രോട്ടോണുകളുടെ എണ്ണവും അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനു തുല്യമാണ്? ആറ്റോമിക നമ്പറിന് തുല്യമാണ്. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം നമുക്ക് ആറ്റോമിക നമ്പറിന് കൊടുക്കാം. ഇനി ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലും മാസ് നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അധികമായിട്ട് നമുക്ക് എക്സാമിന് തരാറുള്ളത് ഒരു മൂലകത്തിന് അതിന്റെ പിന്നെ എന്താണ് മൂലകത്തിന്റെ പേരും അതുപോലെ മാസ് നമ്പറും ഒക്കെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതാണ് മാസ് നമ്പർ, ഇതിൽ ഏതാണ് ആറ്റോമിക നമ്പർ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമൊക്കെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ആണ് എന്ത്? ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ സൈഡിലായിട്ട് മൗലിക കണങ്ങൾ. ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയെ വീണ്ടും വിഭജിക്കാമോ? ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവുന്നത് 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ്. അതിനാൽ ഇവയെ മൗലിക കണങ്ങളായി പരിഗണിക്കുന്നില്ല. അപ്പൊ മൗലിക കണം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണിനെ വിഭജിക്കാൻ കഴിയില്ല. എന്നാൽ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഒക്കെ എന്താണ്? 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ് ഉണ്ടാവുന്നത്. അതിനാൽ അവയെ മൗലിക കണങ്ങളായിട്ടും പരിഗണിക്കുന്നില്ല. ഓക്കെ, ഇനി ഒരു ആറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിന്റെ ഇടതുവശത്തും മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും ആറ്റോമിക നമ്പറും എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഒരു ആറ്റത്തിനെ എന്താണ് അതിന്റെ പ്രതീകം ഉപയോഗിച്ച് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് മുകളിലും താഴെയുമായിട്ട് യഥാക്രമം, മുകളിലും മാസ് നമ്പറും താഴെ ആറ്റോമിക നമ്പറുമാണ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സാമിന് വരാറുള്ളത് പ്രതീകം ഉപയോഗിച്ച് ഇങ്ങനെ തരും കേട്ടോ. ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഏതാണ് മാസ് നമ്പർ, ഇതിൽ ഏതാണ് ആറ്റോമിക നമ്പർ എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഏതിൽ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കാൽസ്യം തന്നിട്ടുണ്ട്. കാൽസ്യത്തിന്റെ ഇവിടെ മാസ് നമ്പർ ആണ് 40 കൊടുത്തിട്ടുള്ളത്, ആറ്റോമിക് നമ്പർ 20 കേട്ടോ. ഇവിടെ നമുക്ക് പ്രോട്ടോണിന്റെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? ഇവിടെ 20 എന്നുള്ളതാണ് പ്രോട്ടോണിന്റെ എണ്ണം. പക്ഷെ ന്യൂട്രോണിന്റെ എണ്ണം എത്ര ആയിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ, അതായത് 40 മൈനസ് 20 എന്ന് വരും. ഈക്വൽ ടു എത്ര വരും? 20 ആണ് മാസ് നമ്പർ വരും. ഓക്കെ, മാസ് നമ്പർ അല്ല, ന്യൂട്രോണിന്റെ എണ്ണം വരും കേട്ടോ. ഇനി ക്ലോറിൻ, കാൽസ്യം എന്നീ ആറ്റങ്ങളിലെ പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ എന്നിവയുടെ എണ്ണം കണ്ടെത്താമോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോട്ടോൺ, ഇവിടുത്തെ എന്താണ് നമുക്ക് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ആറ്റോമിക നമ്പറിന് ഈക്വൽ ആണ് അല്ലെ? പ്രോട്ടോൺ 17 ആണ്. അതുപോലെ ഇലക്ട്രോണും എന്താണ് ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്, അതും 17. ന്യൂട്രോണും കാണാൻ നമുക്ക് എന്താണ്? ന്യൂട്രോൺ കാണാന് മാസ് നമ്പർ 35 വന്നിട്ടുള്ളത്, അത് മൈനസ് ആറ്റോമിക നമ്പർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ എത്ര ആൻസർ കിട്ടും? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക?
18 എന്നാണ് കേട്ടോ. ഇനി ഇവിടെ കാൽസ്യം കൊടുത്തിട്ടുണ്ട്. കാൽസ്യത്തിന് മാസ് നമ്പർ 40, ആറ്റോമിക് നമ്പർ 20 അല്ലെ. അപ്പൊ പ്രോട്ടോൺ നമുക്കറിയാം ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ 20 ആണ് കേട്ടോ ആൻസർ കിട്ടുക. പ്രോട്ടോൺ 20, ന്യൂട്രോണും അതുപോലെ ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും 20. അല്ല, ഇലക്ട്രോണ്. ഇനി ന്യൂട്രോൺ എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ്. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? ന്യൂട്രോണും 20 ആണ് ഇത്. ഓക്കെ. ഇനി ഇവിടെ ഓരോന്നും തന്നിട്ടുണ്ട് പ്രതീകങ്ങൾ. അത് ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇതൊക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിത് ഓരോന്നൊന്ന് ഫില്ല് ചെയ്ത് നോക്കല്ലേ. എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഹൈഡ്രജൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ 1 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? അപ്പൊ എത്രയായിരിക്കും? ആറ്റോമിക് നമ്പർ 1 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകൾ എന്താണ്? ഹൈഡ്രജന് ന്യൂട്രോൺ ഇല്ല കേട്ടോ, 0 ആണ്. ഇനി അടുത്തത് ലിഥിയാണ്. ലിഥിയത്തിന്റെ ആറ്റോമിക നമ്പർ ആണ് 3 കൊടുത്തിട്ടുള്ളത്. മാസ് നമ്പർ ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? ആറ്റോമിക നമ്പർ തന്നെയാണ് പ്രോട്ടോണും അതുപോലെ ഇലക്ട്രോണും അല്ലെ. അപ്പൊ ഇവിടുത്തെ പിന്നെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 4 ആണ് കേട്ടോ. അതായത് ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കാണുക? അതായത് 7 - 3 വരും അല്ലെ. മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ആണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ. ഇനി അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജന്റേത് ആറ്റോമിക നമ്പർ 8 ആണ്. മാസ് നമ്പർ 16 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം 8, ഇലക്ട്രോണിന്റെ എണ്ണം 8. പിന്നെന്താണ് വരിക? ന്യൂട്രോണിന്റെ എണ്ണം 8 വരും കേട്ടോ. ഓക്കെ. ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു, മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഓക്കെ. ഇനി അടുത്തത് സോഡിയം ആണ്. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. മാസ് നമ്പർ എത്രയാണ്? 23 ആണ്. അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം 11, ഇലക്ട്രോണുകളുടെ എണ്ണം 11. അതുപോലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് കൊടുത്തിട്ടുള്ളത്? ന്യൂട്രോണുകളുടെ എണ്ണം 12 എന്ന് വരും കേട്ടോ, 12. ഇനി അടുത്തത് എന്താണ്? ഇവിടെ മാസ് നമ്പർ എത്രയാണ് വരുന്നത്? ആറ്റോമിക് നമ്പർ 10 വരുന്നുണ്ട്. മാസ് നമ്പർ 20. അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 10, ഇലക്ട്രോണും 10. പിന്നെന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം 10 എന്നാണ് വരുന്നത് അല്ലെ. ഓക്കെ. ഇനി ഇവിടെ 22 ആണ് ആറ്റോമിക നമ്പർ വരുന്നത്. മാസ് നമ്പർ 48 ആണ്. ഇവിടെ എത്രയാണ്? പ്രോട്ടോണുകളുടെ എണ്ണം 22, ഇലക്ട്രോണിന്റെ എണ്ണം 22. ഓക്കെ. ഇനി എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം 26 ആണ് കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ 292 ആണ് ആറ്റോമിക നമ്പർ, 235 മാസ് നമ്പർ. അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ആയിരുന്നു? 92 ആണ് വരിക. ഇലക്ട്രോണുകളുടെ എണ്ണം 92 ആണ് വരിക. പിന്നെ 143 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം കേട്ടോ. ഓക്കെ. അടുത്തത് ഇവിടെ 90 ആണ് ആറ്റോമിക നമ്പർ, 232 ആണ് മാസ് നമ്പർ, 90 ആണ് ഇലക്ട്രോണും പ്രോട്ടോണും 90. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 142. ഇനി അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ 30 ആണ് ആറ്റോമിക നമ്പർ, 65 മാസ് നമ്പർ. പിന്നെ 30 ആണ് പ്രോട്ടോണും ഇലക്ട്രോണും 30. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 35. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടാക്കി എടുക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.